വീട്ടിലൊരു ബൗൾ വെറുതെ ഇരിക്കുന്നത് തുടങ്ങിയിട്ട് കുറേ നാളായി കേട്ടോ. എന്നാൽ പിന്നെ 2 ഗപ്പീനിട്ട് വളർത്തിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴേക്കാണ് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി പറഞ്ഞത് ഇവിടെ ഗപ്പിയുണ്ട്, വന്ന് മേടിച്ചോളാം. കുപ്പിയും കണ്ടിച്ച് കാത്തവും ഞാനും കൂടെ ഓട്ടായി കേട്ടോ. ആൻറ്റി ഒരു വിധത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ഗപ്പീനെയൊക്കെ പിടിച്ച് തന്നേ. ഇനി വേണമെങ്കിൽ അമ്മയും മോളും കൂടെ തന്നെ പോയി കോരി എടുത്തോളാൻ ഞങ്ങളോട് പറയുകയും ചെയ്ത് കൂട്ടത്തിൽ ഒരു അരിപ്പയും കൂടെ തന്നു കേട്ടോ. കിട്ടിയത് കാത്തുക്കുട്ടൻ അതുമായിട്ട് ഒരു ഒറ്റ ഓട്ടം. ഗപ്പീനെ പിടിക്കാനുള്ള ആളുടെ ഇൻട്രസ്റ്റ് അന്നേരം എനിക്ക് മനസ്സിലായി കേട്ടോ. ആൻറ്റിയുടെ വീട്ടിലുള്ളത് ചെറിയ സാധാരണ ഗപ്പിയാണ് കേട്ടോ. അവളുടെ താമര വളർന്നിരിക്കുന്നതിനകത്ത് കുറേ ഗപ്പിയുണ്ട്. അതെല്ലാം തവള വന്ന് പിടിച്ച് തിന്നു. അപ്പം ഞങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ വന്ന് 2 എടുത്തോളാം. കിട്ടിയതൊക്കെ നോക്കി ഞങ്ങൾ 2 അല്ല കേട്ടോ, ഒരുപാട് ഗപ്പീനെ പിടിച്ചെടുത്തേ. ഒരുപാട് നല്ല കളറുള്ള വാലിൽ നല്ല കളറുള്ള ഗപ്പികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്ര കോരിയിട്ടും അത് കിട്ടുന്നൊന്നും ഇല്ലായിരുന്നേ. പിന്നെ തവളയ്ക്ക് കൊടുക്കുന്നതിലും ഭേദമല്ലേ ഞങ്ങൾ വളർത്തുന്നതെന്ന് വിചാരിച്ച് വീണ്ടും കോരി നോക്കിയപ്പോഴത്തേക്കും ഏകദേശം 3-4-5 ഗപ്പി ഞങ്ങൾക്ക് കിട്ടി. നല്ല വാലിൽ കളറുള്ള ഒരു ഗപ്പി മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു ഗപ്പികളായിരുന്നേ. എന്നാലും വേണ്ടിയില്ല, ഞങ്ങൾ അതിനെ എല്ലാം ഇട്ട് വീട്ടിലേക്ക് വന്നു. കാത്തൂനാണെങ്കിൽ അത് കിട്ടിയപ്പോഴത്തേക്കും ഏതാണ്ട് സ്വർഗ്ഗം കീഴടക്കിയ സന്തോഷമായിരുന്നു കേട്ടോ. അതിനെയും കൊണ്ട് തന്നെ മുകളിലേക്ക് പോകും. അപ്പോഴത്തേക്കും നമ്മുടെ ബൗള് ഇവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും തോന്നിയ ഐഡിയ ആണ്. അതിനകത്താണെങ്കിൽ കുറേ വേസ്റ്റൊക്കെ പെറുക്കി ഇട്ടിട്ടുണ്ട്. ഞാനത് നന്നായിട്ട് ക്ലീനാക്കി കഴുകി എടുത്ത ശേഷം നമ്മുടെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ കിണറ്റിലെ വെള്ളമാണെങ്കിൽ ഇതുപോലത്തെ കളറാണ് കേട്ടോ. പൈപ്പിൽ വരുന്ന വെള്ളത്തിൽ ക്ലോറിനുണ്ടെന്ന് വിചാരിച്ചാണ് കിണറ്റിലെ വെള്ളം തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഗപ്പീനത്തെ വെള്ളത്തിലേക്ക് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ മുക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് കാത്തും ഞാനും കൂടെ ക്ഷമയോടുകൂടി ഇങ്ങനെ തന്നെ ഇരിക്കുവാണ് കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ ഞങ്ങൾ അതിനെ ആ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടു. കാത്തൂൻ്റെ സന്തോഷം കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു ഐഡിയ തോന്നി. ഇനി കുറച്ച് ഗപ്പീനെ മേടിച്ച് അവൾക്ക് വളർത്താനായിട്ട് കൊടുത്താലോ എന്ന്. എങ്ങനെയാവുമെന്ന് അറിയില്ല കേട്ടോ. ബാക്കി അടുത്ത പാർട്ടിൽ കാണാവേ.